ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2025 നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡോ ഐഫോണോ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആയി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് വീഡിയോസ് കുറേ #ടാഗ് കൊടുത്ത് അപ്ലോഡ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞ് തന്നിട്ടില്ലാത്ത, അതായത് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അപ്പം അതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, എന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഫസ്റ്റ് എന്താണ് വേണ്ടത്? നമുക്കൊരു ജിമെയിൽ ഐ ഡി അല്ലേ? അത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ജിമെയിൽ ഐ ഡി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ന്യൂ വൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ പുതിയൊരെണ്ണം എടുത്തിട്ട് അതിൽ നിന്നാണ് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ന്യൂ വൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ജിമെയിലിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ വെരിഫിക്കേഷൻ, സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ്, ഇത്ര ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ക്രിയേറ്റ് ആയി വരും. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ചാനൽ എന്താണ് എന്നൊക്കെ ഒരു ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുടെ ലോഗോ, ബാനർ, അതൊക്കെയല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിന്റെ നെയിം, നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങളുടെ ചാനലിന് ചേരുന്ന ഒരു നെയിം ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോയും ബാനറും അതേപോലെ തന്നെ വാട്ടർമാർക്കും ചെയ്തു വെക്കുക. അപ്പോൾ ഇത് മൂന്നും ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തത് ക്യാൻവ എന്ന ആപ്പാണ്. അതാവുമ്പം നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാനും പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അതിനൊരു ഐഡിയ ഇല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ആ ഒരു ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ബാനർ, അതേപോലെ തന്നെ ലോഗോ, വാട്ടർമാർക്ക്, ഇത് മൂന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ലോഗോ തന്നെ നമുക്ക് വാട്ടർമാർക്കായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് ഈ നെയിമും, നമ്മുടെ ചാനൽ നെയിമും, ഈ മൂന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന നമ്മുടെ ജിമെയിൽ ഐ ഡി ഇല്ലേ, അത് വെച്ച് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബ്രൗസർ ഏതാണോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏതാണോ ആ ബ്രൗസറും നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബ്രൗസറിൽ ചെന്ന് youtube.com എന്ന സൈറ്റിൽ എൻ്റർ ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ചാനലിന്റെ ഇത് ഓപ്പൺ ആയി വരും, ചാനൽ പോലെ. അപ്പോൾ അവിടെ ബോട്ടം ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അതിന്റെ താഴെ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നിങ്ങളുടെ ചാനൽ നെയിമും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ഹാൻഡിൽ നെയിം എന്നും പറഞ്ഞ് 2 ഓപ്ഷൻ ആവും. ഇത് 2 എൻ്റർ ചെയ്ത് ക്രിയേറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ആവും. അടുത്ത ഓപ്ഷനാണ് കസ്റ്റമൈസ് ചാനൽ. അതായത് നമ്മളിപ്പം ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലോഗോ, ബാനർ, വാട്ടർമാർക്ക്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം കൊടുക്കേണ്ടത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനൽ എന്താണോ അതിനെപ്പറ്റി നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് ഇപ്പോൾ കുക്കിങ്ങിനെ പറ്റിയാണോ അതോ ട്രാവലിനെ പറ്റിയാണോ, അതൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതവിടെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ തന്നെ AI പോലുള്ള അവൈലബിൾ അല്ലേ, അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് കഴിയുമ്പം കുറച്ചുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരുമ്പം ആഡ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയസിന്റെ ലിങ്ക്സ് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണക്ട് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പം യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്ത് നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും ഇമെയിൽ ഐ ഡിയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം.
ഇതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ലോഗോ, ബാനർ, വാട്ടർമാർക്ക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമാണ്. അപ്പം ഇത് മൂന്നും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. അപ്പം ഇതിന്റെ മൂന്നിന്റെ ഓപ്ഷൻസ് അവിടെ കാണും. അതനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ റേഷ്യോ അനുസരിച്ച് ഈ മൂന്നും നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പബ്ലിഷ് ആയിരിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെയെന്ന് പറയുമ്പം ആരും പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, ബട്ട് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആഷിഖ്, അവനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഫോൺ നമ്പർ വെരിഫിക്കേഷനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഫോൺ നമ്പർ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രൗസറിൽ നമ്മുടെ മെയിൽ ഐ ഡി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയിൽ വെച്ച് തന്നെ നമ്മൾ യൂട്യൂബ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ കൺട്രിയും കൊടുത്ത് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് സക്സസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ചാനലിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പുതുതായിട്ടുള്ള അതേപോലെ ഫോണിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബേസിലുള്ള നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതേപോലെ വീഡിയോസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പം എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളും പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാത്തത് ഞാനും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.